ഹലോ ഗൈസ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഫ്രൂട്ട് സലാഡാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യം ഞാനൊരു ചട്ടിയിൽ ഒരു പാക്കറ്റ് പാലൊഴിച്ചു. അതിലേക്ക് ലേശം കസ്റ്റാർഡ് പൗഡർ നമ്മൾ തണുത്ത പാലിൽ ഗ്ലാസ്സിൽ വേറെ മാറ്റി വെക്കണം കേട്ടോ. ഇതിലിടാൻ പാടില്ല കേട്ടോ. ആദ്യം നമ്മളിത് മാറ്റി വെച്ച് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അത് തണുത്ത പാലിൽ ഒരു ഗ്ലാസ്സിൽ ഞാനതാ മാറ്റി വെച്ച് ഇട്ട് കലക്കി വെക്കാം. അത് കട്ട പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. ഒരു തരി കട്ട പോലും വരരുത്, കട്ട പിടിക്കും. അപ്പോൾ കട്ട വരാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കലക്കി വെക്കണം. ഞാൻ എന്നിട്ട് ഇതിൽ ചെറിയ ഗ്ലാസ്സിന് ഇളക്കാൻ പറ്റില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഇച്ചിരി ഇളക്കാൻ പറ്റിയ നല്ലൊരു പാത്രത്തിൽ അത് മിക്സ് ചെയ്തു കിട്ടാം. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തത്, അത് മാറ്റി അവിടെ വെച്ചു. ഇതാ പാല് കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കണം. ഇളക്കി വരുമ്പോഴത്തേക്കും എന്നിട്ട് അതിങ്ങനെ കുറുകി വന്നു. അപ്പോൾ ലേശം ഈ വെള്ളം ഒഴിച്ചത് ഞാൻ തികഞ്ഞില്ലെങ്കിലൊന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. അതിന് എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ. അതിനുശേഷം ഞാൻ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ലേശം പഞ്ചസാര ഇടാൻ പോണത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്തു, പക്ഷെ അത് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പഞ്ചസാര ഞാൻ കൂട്ടത്തിൽ ചേർത്തതാണ്. അത്യാവശ്യം പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നാലും മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. അത് വെറുതെ കഴിക്കാനും കൊതിയില്ലാത്ത ആരും ഉണ്ടാവും തന്നെ ഇല്ലല്ലോ. അതിനുശേഷം കൈവിടാതെ ഞാനിങ്ങനെ ഇളക്കി വന്നിട്ട് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ തണുത്ത പാലിൽ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇതിങ്ങനെ കട്ട പിടിച്ചൊന്ന് കുറുകി വരും കേട്ടോ. പാല് നല്ലോണം കട്ട പിടിച്ച് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളിത് അതിലേക്ക് ഒഴിച്ചിട്ട് കൈവിടാതെ നല്ല രീതിയിൽ ഇളക്കണം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഘട്ടം. കാരണം ഈ കസ്റ്റാർഡ് പൗഡർ പെട്ടെന്ന് അടിപിടിക്കും. അതായതുകൊണ്ട് നമ്മളിത് കൈവിടാതെ നല്ല രീതിയിൽ ഇളക്കണം. അപ്പം ഞാൻ ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ച് വെച്ചു, ഇനി അടിപിടിക്കണ്ട വിചാരിച്ചിട്ട്. ഇതിൻ്റെ തണുത്ത പാല് നമ്മൾ ചൂടാറിയിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കാൻ വെച്ചു. അതിനുശേഷം ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കട്ടയാക്കി വെച്ചതെല്ലാം കൂടെ എടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചതൊക്കെ എടുത്ത് തണുത്തത് ഇതിനകത്ത് ചേർത്ത് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തു. അതിലേക്ക് ഐസ്ക്രീമും കൂടെ ചേർത്ത് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ടാണ്. ഐസ്ക്രീം ഓപ്ഷനിലാണ്, പക്ഷേ ഐസ്ക്രീമും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇത്ര സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും വീട്ടിൽ തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഇതിൻ്റെ ഓർത്ത് ഒരു ടെൻഷൻ വേണ്ട. ശരിയാകുമോ എന്നുള്ള ടെൻഷനൊന്നും ഒരു ആവശ്യമില്ല. ഇനി ഇതാ എൻ്റെ കുട്ടികളൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ചേച്ചീൻ്റെ മക്കളുടെ കുട്ടികളും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഐസ്ക്രീം ഇതൊക്കെ ചേർത്തല്ലേ, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. പിന്നെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ ബായ്. എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.